കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു റംബൂട്ടാൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അതും തലസ്ഥാന നഗരിയിലെ പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഇത്തരത്തിലൊരു റംബൂട്ടാൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, നമ്മുടെ തനത് ഫലങ്ങളായ മാങ്ങയും ചക്കേനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഈ റംബൂട്ടാൻ എത്തിയിരിക്കുന്നത്. 18-20ഓളം ഐറ്റംസ് റംബൂട്ടാൻസ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇവിടെ ഇറക്കി നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 14 വരെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് റംബൂട്ടാൻ സെലക്ട് ചെയ്തിട്ട് പോകുന്നത്. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെറൈറ്റി ഐറ്റംസ് ഓരോ ദിവസം വെറൈറ്റി ഐറ്റംസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഐറ്റംസ് നാളെ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ഐറ്റംസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര വെറൈറ്റീസ് ഓഫ് റംബൂട്ടാനാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്? ഇപ്പോൾ നിലവിൽ ഒരു 10 ഐറ്റംസോളം ഇപ്പോൾ നിലവിലുണ്ട്, ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം മാറും തോറും വെറൈറ്റീസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ എന്താണ്, നമുക്ക് പലതരം പഴവർഗ്ഗങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ചക്കയുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റംബൂട്ടാനിലോട്ട് എത്തിയത്? ഇപ്പോൾ റംബൂട്ടാൻ ആൻഡ് ദെൻ മാംഗോ ഫെസ്റ്റിവൽ എന്നാണ് നമ്മൾ ഇതിന് നെയിം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ 2 ഐറ്റംസിന് മാത്രമേ നമ്മൾ നെയിം ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ വേറെ ഫെസ്റ്റിവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഫെസ്റ്റിവലിന് ഒരു നെയിം കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കേണ്ടത്. ഒരു വെറൈറ്റി പിടിച്ചതാണോ ഇത് റംബൂട്ടാൻ? ആദ്യമായിട്ടാണ് റംബൂട്ടാൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് റംബൂട്ടാൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റംബൂട്ടാൻ്റെ വിവിധ തരം റംബൂട്ടാൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൾക്കാരൊക്കെ എങ്ങനെയാണ് റെസ്പോൺസ്? എങ്ങനെയാണ്? എല്ലാം നന്നായിട്ട് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാരെല്ലാം വന്ന് സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും നല്ല തൃപ്തികരമായിട്ടാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ വെറൈറ്റി റംബൂട്ടാൻസ് കാണാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? സംഘടിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചക്ക ഫെസ്റ്റും മാങ്ങ ഫെസ്റ്റും മാത്രമല്ല, റംബൂട്ടാൻ ഫെസ്റ്റും കൂടി ഇവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത്. ചേട്ടൻ്റെ പേര് ചോദിക്കാൻ മറന്നു. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ചേട്ടൻ്റെ നാട് എവിടെയാണ്? അവിടെ പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ ആൾക്കാരാണ് എല്ലാവരും. എല്ലാവരും പാലക്കാടുകാരാണോ? അല്ല, കുറച്ച് പാലക്കാടുണ്ട്, ട്രിവാൻഡ്രമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച്, അപ്പോൾ നല്ല ജനപിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ റംബൂട്ടാൻ, ഇനിയും ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള റംബൂട്ടാനാണ്. നമുക്ക് പറയാം, ഇന്തോനേഷ്യ, മലേഷ്യയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ജന്മദേശമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഇനിയും കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള വിവിധ ഇനത്തിലുള്ള റംബൂട്ടാനുകളിൽ പല ഫലവർഗ്ഗങ്ങളും വരട്ടെ. വ്യാപാരങ്ങൾ കൂടുതൽ കേരളത്തിലേക്ക് വരട്ടെ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഫെസ്റ്റുകൾ കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.